ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ. അറ്റൻഡൻസ് എല്ലാരും മാർക്ക് ചെയ്തോളൂ. ഈ CC രാധാ ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ്, അതിലല്ലേ നമ്മള് ഈ മംഗളാരതി ജോയിൻ ചെയ്യുന്നത്? അതെ പ്രഭു, മണിഭൂഷിത മാതാജി തുടങ്ങിയതാണത്. അതെ. അതിലെല്ലാ ദിവസവും ലിങ്ക് ഇടുന്നുണ്ട് പ്രഭു. ഓ, കേറുന്നതിന്റെ എല്ലാ ദിവസവും മംഗളാരതി കയറുന്നതിന്റെ ലിങ്ക് ഇടുന്നുണ്ട് മാതാജി. അതില് അതെ. അറ്റൻഡൻസ് ഇടുന്നുണ്ട്. ഞാനത് ജോയിൻ ചെയ്തു. അതോട് ചോദിച്ചാണ്. കാരണം എല്ലാരും ML കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ഇതില് ഇതില് മാത്രമേ ഉള്ളൂ. ഇതില് ജോയിൻ ചെയ്യുമ്പം എൻ്റെ ഇത് സാധാരണ ഈ പേരേ ഉള്ളൂ. മറ്റേതിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ വരും ML. മറ്റേതില് മതി പ്രഭു, ഇതിലില്ലെങ്കിലും രാവിലെ എനിക്ക് കേറാൻ നോക്കിയപ്പോ ലിങ്ക് കിട്ടിയില്ല എന്നല്ല, ഞാൻ വിചാരിച്ചിങ്ങനെ നോക്കി കുറെ നോക്കിയിട്ടും കിട്ടിയില്ല. അപ്പൊ ഞാൻ 2 ദിവസത്തിന് മുമ്പേ ഇട്ടെന്നാണ് ഞാൻ നോക്കിയത്. പക്ഷെ പിന്നെ നോക്കിയപ്പോഴ് 5:20 ആയപ്പോ എനിക്ക് ലിങ്ക് കിട്ടി. കുറെ നോക്കിയപ്പോ കുറെ ബാക്കിലോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ന് മംഗളാരതിക്ക് കയറാൻ പറ്റിയില്ല. മാതാജി, രാധാ ഗോവിന്ദ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലെല്ലാ ദിവസവും രാവിലെ ലിങ്ക് ഇടുക കേട്ടോ. അതിൽ ജോയിൻ ചെയ്ത കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇടും. മാതാജി. ഇപ്പൊ മംഗളാരതിന്റെ ലിങ്കിൽ കയറിയ കിട്ടൂല മാതാജി, അതിലേനും കേറില്ലേ? വേറൊരു ലിങ്കിലാണ് ഞാൻ കേട്ടിരുന്നത്. വേറെ ഗ്രൂപ്പിലല്ലാതെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ML മലയാളം ML എഴുതിയത് പേരിന്റെ പേര് കാണുന്നില്ലല്ലോ അതിലിട്ടിട്ട് മാതാജി. എന്താണ് മനസ്സിലായില്ല മാതാജി? മാതാജി രാവിലത്തെ എല്ലാ കേരളയും മണിഭൂഷൺ മാതാജിന്റെ അതെല്ലാം കണ്ടിട്ടില്ല ഞാൻ. അതാ കേരളേ. ശ്രീ ശ്രീ രാധാഗോവിന്ദ മലയാളം ഡിവോട്ടീസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് മാതാജി. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ടെമ്പിൾ പ്രോഗ്രാമിന്റെ മംഗളാരതി ലിങ്ക് ഇടും 4:30. മാതാജി, അല്ലാതെ ഒരു ലിങ്ക് ഗ്രൂപ്പിൽ മംഗളാരതി കണ്ടോ ഇന്ന് ആ ലിങ്കില്? പ്രഭു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായാലും മതി. കണ്ടിന് മംഗളാരതി കണ്ടിന് 2 ദിവസം. ഗ്രൂപ്പിലല്ല, വേറൊരു ലിങ്ക് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ ഗ്രൂപ്പിൽ. അതങ്ങോട്ട് രണ്ട് സെയിം ആ ലിങ്ക് ഈ ലിങ്ക് ഒന്ന് തന്നെയാണ് കേട്ടോ. മംഗളാരതി കാണുന്നുണ്ടെങ്കിൽ 2 സെയിം ആണ്. പക്ഷെ പേരിന്റെ മുന്നിലടിച്ച ML ഒന്നും കാണുന്നില്ലല്ലോ. എന്റെയോ? അത് അതിലുണ്ടാവും മാതാജി. അത് കുഴപ്പമില്ല മാതാജി. ഞാൻ എല്ലാവരുടെയും നോട്ട് ചെയ്യുന്നുണ്ട് രാവിലെ. കണ്ടില്ലെങ്കിൽ ഞാനത് അല്ലാതെ സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നാലും കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും കേട്ടോ. കണ്ടിരുന്നു. പ്രേമ നന്ദ അങ്ങനെയായിരുന്നു പേരല്ലേ? ഫുൾ നെയിം ഇല്ലാതെയാണ് കണ്ടത്. ഫുൾ നെയിം ഉണ്ടായിരുന്നോ? പ്രേമനന്ദ ഫുൾ നെയിം ഇട്ടല്ലോ മാതാജി. അത് കാണൂല മാതാജി. അതാണ്. കുഴപ്പമില്ല പ്രഭു, ഞാൻ കണ്ടിരുന്നു. അതൊന്നും തൊട്ടാ ഫുള്ള് വരും. ഫുള്ള് ഇട്ടിരിക്കുന്നത് പേരും തൊടുമ്പോഴേ ഫുള്ളായിട്ട് വരും. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിപ്പോ 4ാമത്തെ ശ്ലോകത്തിലേക്കാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ ഗതാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പശ്യൻ സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ.
हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी श्री राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादि पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്ന് ഉപദേശാമൃതത്തില് നാലാമത്തെ ശ്ലോകം ഭക്തർക്കിടയിൽ 6 സ്നേഹ കൈമാറ്റങ്ങളാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തില് നമ്മള് നിയന്ത്രിക്കേണ്ട 6 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഭക്തിയെ നശിപ്പിക്കുന്ന 6 കാര്യങ്ങൾ, ഭക്തിയെ സഹായിക്കുന്ന 6 കാര്യങ്ങൾ. ഇനി അടുത്തത് ഭക്തരുടെ ഇടയിൽ ഉള്ള കൈമാറ്റങ്ങൾ, സ്നേഹ കൈമാറ്റങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. കൃഷ്ണാബോധം 6 പ്രേരണകളെ നിയന്ത്രിക്കുന്നു. 6 അനുകൂലം, 6 പ്രതികൂലം, 6 തരം സ്നേഹ വിനിമയങ്ങൾ. ഉപദേശാമൃതം പാഠം 2, 3 എന്നിവയെ അടിസ്ഥാനമാക്കി ഭക്തി സേവനത്തിന് അനുകൂലവും 6 പ്രതികൂലവുമായ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ തത്വങ്ങളുടെ വ്യക്തിപരമായ പ്രയോഗം, പ്രഭാഷണ ദൗത്യത്തിൽ ഈ തത്വങ്ങൾ പ്രയോഗിക്കുന്നതിൽ ശ്രീല പ്രഭുപാദരുടെ മാനസികാവസ്ഥയും ദൗത്യവും. അപ്പൊ നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് 4ാമത്തെ ശ്ലോകം. ദദാതി പ്രതിഗ്രഹ്ണാതി ഗുഹ്യമാഖ്യാതി പൃച്ഛതി ഭുങ്ക്തേ ഭോജയതേ ചൈവ ഷഡ്വിധം പ്രീതിലക്ഷണം. ദദാതി പ്രതിഗ്രഹ്ണാതി ഗുഹ്യമാഖ്യാതി പൃച്ഛതി ഭുങ്ക്തേ ഭോജയതേ ചൈവ ഷഡ്വിധം പ്രീതിലക്ഷണം. ആരെങ്കിലും രണ്ടുപേരൊന്ന് ചൊല്ലാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദദാതി പ്രതിഗൃഹ്ണാതി ഗുഹ്യമാഖ്യാതി പൃച്ഛതി ഭുക്തേ ഭോജയതേ ചൈവ ഷഡ്വിധം പ്രീതിലക്ഷണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ദദാതി പ്രതിഗൃഹ്ണാതി ഗുഹ്യമാഖ്യാതി പൃച്ഛതി ഭുങ്ക്തേ ഭോജയതേ ചൈവ ഷഡ്വിധം പ്രീതിലക്ഷണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ശ്ലോകവും നമുക്ക് കാണാതെ പഠിക്കാനുള്ളതാണ്. 1, 2, 3, 4. ഇവിടെ ദദാതി എന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കുന്നു, പ്രതിഗ്രഹണാദി ദാനം സ്വീകരിക്കുന്നു, ഗുഹ്യമാഖ്യാതി രഹസ്യമായ സംഗതികൾ പറയുന്നു, ഗുഹ്യ പ്രച്ഛതി രഹസ്യമായ സംഗതികൾ ചോദിക്കുന്നു. ആഖ്യാതി എന്ന് പറഞ്ഞാൽ പറയുന്നു, പ്രച്ഛതി എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു, ഭുങ്ക്തേ ഭക്ഷിക്കുന്നു, ഭോജയതേ ചൈവ ഭക്ഷിപ്പിക്കുകയും ചെയ്യുന്നു. പ്രീതി ലക്ഷണം പ്രീതിയുടെ പ്രേമത്തിന്റെ സ്വഭാവങ്ങൾ ഷഡ്വിധം 6 വിധത്തിലാണ്. ഇപ്പൊ ദാനം കൊടുക്കുന്നു, ദാനം സ്വീകരിക്കുന്നു, രഹസ്യമായ സംഗതികൾ പറയുന്നു, രഹസ്യമായ സംഗതികൾ ചോദിക്കുന്നു, ഭക്ഷിക്കുന്നു, ഭക്ഷിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ, അതായത് നമ്മൾ പ്രസാദം കൊടുക്കുന്നു, പ്രസാദം നമ്മൾ സ്വീകരിക്കുന്നു. ഭുങ്ക്തേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കുന്നു, ഭോജയതേ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രസാദം കൊടുത്ത് അവരെ ഭക്ഷിപ്പിക്കുന്നു. ഇങ്ങനെ 6 തരത്തിലുള്ള വികാരങ്ങൾ, ലക്ഷണങ്ങളാണ് ഭക്തന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ലക്ഷണമാണ്. ഈ 6 കാര്യങ്ങളും ശരിക്കും വളരെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ്. ഇവിടെ ഭക്തന്മാര് തമ്മിൽ ഈ 6 കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭക്തി ജീവിതം അത്ര ആരോഗ്യകരമല്ല എന്നാണ് പറയുന്നത്. ഈ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല
വെറുതെ നമ്മൾ നാമം ജപിക്കുന്നു, നമ്മൾ വായിക്കുന്നു, ശ്രവണം കീർത്തനം മാത്രമായിട്ടിരുന്നാൽ നമുക്ക് ഭക്തിക്ക് പുരോഗതി ചെയ്യാൻ സാധിക്കില്ല. ഭക്തന്മാരുടെ ഇടയിലുള്ള ഈ ബന്ധം വളരെ പ്രധാനമാണ്. അപ്പൊ ഇത് ആരടുത്താണ് ഈ ബന്ധം സ്ഥാപിക്കേണ്ടത്, അത് നമ്മൾ ഇനി വരുന്ന അങ്ങോട്ട് പോകുമ്പോൾ കാണാം. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഭക്തി ആരോഗ്യകരമല്ല. ഭക്തിയിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നു. നമ്മൾ ഇനിയും ഇംപ്രൂവ് ചെയ്യേണ്ടി വരുന്നതാണ്. ഇവിടെ മറ്റുള്ളവർക്ക് ദാനമായി സമ്മാനങ്ങൾ നൽകുക, ദാനമായി ലഭിക്കുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കുക, തന്റെ രഹസ്യങ്ങൾ വിശ്വാസപൂർവ്വം അറിയിക്കുക, തന്റെ ഉള്ളിലുള്ള സംശയങ്ങൾ വിശ്വാസപൂർവ്വം ചോദിച്ചു മനസ്സിലാക്കുക, പ്രസാദം സ്വീകരിക്കുക, പ്രസാദം നൽകുക എന്നീ 6 കാര്യങ്ങൾ ഒരു ഭക്തനും മറ്റു ഭക്തനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ലക്ഷണങ്ങളാകുന്നു. ഇവിടെ ഭാവാർത്ഥം നമുക്ക് നോക്കാം. ഈ ശ്ലോകത്തിൽ ശ്രീധര രൂപഗോസ്വാമി മറ്റു ഭക്തരുടെ സഹവാസത്തിൽ ഭക്തി പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താമെന്ന് വിശദീകരിക്കുന്നു. 6 തരം പ്രവർത്തനങ്ങളാണ്. ഭക്തന്മാർക്ക് ദാനം ചെയ്യുക, പ്രതിഫലമായി ഭക്തന്മാർ നൽകുന്ന എന്തും സന്തോഷപൂർവ്വം സ്വീകരിക്കുക, ഭക്തന്മാരോട് തന്റെ മനസ്സ് തുറന്ന് കാണിക്കുക, ഭഗവാനെ ഏകാന്തമായി സേവിക്കേണ്ടത് എങ്ങനെയെന്ന് ഭക്തന്മാരിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കുക, ഭക്തന്മാർ തരുന്ന പ്രസാദത്തെ മാനിച്ച് സ്വീകരിക്കുക, ഭക്തന്മാരെ പ്രസാദം നൽകി ആദരിക്കുക. അനുഭവസ്ഥനായ ഭക്തൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 6 ലക്ഷണങ്ങൾ, അല്ലെ? ഇനി ഇവിടെ നമുക്ക് ഭാവാർത്ഥം നോക്കിയാൽ പ്രഭുപാദർ ആദ്യം തന്നെ പറയുന്നത് ഗുഹ്യമാഖ്യാതി പൃച്ഛതിയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ദദാതിയെ കുറിച്ചല്ല, ഗുഹ്യമാഖ്യാതി പൃച്ഛതി. ഗുഹ്യം എന്ന് പറഞ്ഞാൽ, ഗുഹ്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? രഹസ്യം. രഹസ്യം. ആഖ്യാതി പറയുക, പൃച്ഛതി ചോദിക്കുക. അപ്പൊ ഗുഹ്യം രഹസ്യം പറയുന്നതും ചോദിക്കുന്നതും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ രഹസ്യം പറയുകയും ചോദിക്കുകയും ചെയ്യുന്നത്? നമ്മൾ രഹസ്യം ആരോടായിരിക്കും പറയാ? നമ്മൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ആരോടായിരിക്കും? നമുക്ക് അത്രയും വിശ്വാസമുള്ള, കാണുന്ന എല്ലാവരുടെ പോയിട്ട് നമ്മൾ ഭക്തന്മാരാണ്, തിലകും കണ്ടിമാലയും ഉള്ള ഭക്തന്മാരെ ഉണ്ട്, കണ്ട ഉടനെ നമ്മൾ പോയി അവരടുത്ത് അല്ല രഹസ്യം പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് തുറന്നു പറയുകയും? അനുഭവം കുറഞ്ഞ ഭക്തൻ ആരോട് ചോദിക്കും? അനുഭവസ്ഥനായ ഭക്തനോട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമ്മള് ഡിവോട്ടീസിന്റെ തന്നെ പല തലമുണ്ടല്ലേ, കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി. അപ്പൊ നമ്മളെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരു ഭക്തന്റെ അടുത്തായിരിക്കണം നമ്മൾ നമ്മളുടെ രഹസ്യം ചോദിക്കേണ്ടത്. രഹസ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്തിയിൽ ഇന്ന തടസ്സങ്ങൾ എനിക്ക് വരുന്നുണ്ട്, അപ്പൊ അത് എന്താണ് അതിന് പരിഹാരം? എനിക്ക് കുറെ ന്യൂനതകളുണ്ട്, കുറെ വീക്ക്നെസ് ഉണ്ട് എനിക്ക്, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അത് ആരോട്? നമ്മൾ കാണുന്ന എല്ലാ ഭക്തരോടും അത് പറയാൻ പാടില്ല. കാരണം എല്ലാരും ഒരേ തലത്തിലല്ല. ചിലർ നമ്മളെക്കാളും താഴ്ന്ന തലത്തിലായിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മളുടെ സെയിം തലത്തിലുള്ള ഒരു ഭക്തനോടോ നമ്മളെക്കാളും താഴ്ന്ന ഭക്തനോടോ നമ്മൾ ഈ ഒരു പ്രശ്നം പറഞ്ഞാൽ എന്താ ചെണ്ട ചെന്ന് മദ്ദള, അങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ, നമ്മള് എന്താണ് പറയുന്നത്? ചെണ്ട ചെന്ന് മദ്ദളത്തോട് ചെണ്ട എന്ന് മദ്ദളത്തിനോട് പറയുന്ന പോലെ അവർക്കും അതേ പ്രശ്നങ്ങൾ കാണും. നമുക്കൊരു സൊല്യൂഷൻ കിട്ടില്ല, അല്ലെ? അപ്പൊ നമ്മൾ ചോദിക്കുന്ന ആരോടായിരിക്കണം? ഇതെല്ലാം കഴിഞ്ഞ് ഉയർന്ന തലത്തിൽ എത്തിയ ഭക്തനോടായിരിക്കണം നമ്മള് നമ്മളുടെ വീക്ക്നെസ്സുകൾ പറയുക. ചില ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മളോട് അസൂയ കാണും. ഈ ഭക്തന്മാരുടെ ഇടയിൽ എല്ലായിടത്തും നല്ല ഡീലിങ്സ് ആയിരിക്കില്ല. ചിലർക്ക് നമ്മളെ ഇഷ്ടമല്ലാത്ത ഒരുപാട് ഭക്തന്മാര് കാണും, നമ്മളോട് അസൂയുള്ള ഭക്തര് കാണും, നമുക്ക് അസൂയുള്ളവര് കാണും, നമുക്ക് ഇഷ്ടമല്ലാത്തവര് കാണും. ഇതെല്ലാം സ്വാഭാവികമാണ് ഭക്തരുടെ ഇടയിൽ. എന്ന് പറഞ്ഞാൽ വെറുപ്പില്ല, ചെറിയ മാനസികമായിട്ട് ചെറിയ വിദ്വേഷങ്ങളൊക്കെ ഉള്ളത് ഭക്തന്മാരുടെ ഇടയിൽ കാണും. അതുകൊണ്ട് നമ്മൾ രഹസ്യം പറയുന്നത് എല്ലാരോടും നമ്മൾ പറയല്ല. അനുഭവസ്ഥനായ ഭക്തൻ വിസ്തരിച്ചു പറഞ്ഞു തരുന്നു, അനുഭവം കുറഞ്ഞ ഭക്തൻ അത് കേട്ട് മനസ്സിലാക്കുന്നു. അതാണ് ഗുഹ്യമാഖ്യാതി പൃച്ഛതി എന്ന വാക്കിന്റെ അർത്ഥം. പരമപുരുഷോത്തമന് നിവേദിച്ചതിന് ശേഷം ഭക്തൻ വിതരണം ചെയ്യുന്ന പ്രസാദം നാം സ്വീകരിക്കണം. അത് ഭുങ്ക്തേ ഭോജേതേ ചെയ്വയാണ് അടുത്തത് പറയുന്നത്. നമ്മൾ എന്താണ് പ്രസാദം സ്വീകരിക്കുന്നത്? ഭഗവാന് അർപ്പിച്ചതായ ആ പ്രസാദമാണ് നമ്മൾ സ്വീകരിക്കുന്നത്.
ഭക്തി സേവനത്തിന്റെ ഭാവം നിലനിർത്തുന്നതിന് അത് സഹായകമാകും. എന്തുകൊണ്ടെന്നാൽ ശുദ്ധാത്മാക്കളായ ഭക്തന്മാരിലൂടെ ലഭിക്കുന്ന ഭഗവത് അനുഗ്രഹമാണ് ഈ ആ പ്രസാദം. അപ്പൊ ഭഗവാന് വെച്ചതിന് ശേഷം ആ പ്രസാദം നമ്മൾ എന്ത് ചെയ്യണം? അത് വിതരണം ചെയ്യണം. മറ്റുള്ളവർക്കും നമ്മൾ പ്രസാദം കൊടുക്കണം. അപ്പോ ആ ഭഗവാന്റെ അനുഗ്രഹം ഭക്തന്മാരിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. കൂടാതെ ഈ ഭഗവാൻ ഉയർന്ന ശുദ്ധ ഭക്തന്മാര് കഴിച്ചതിന്റെ ബാക്കി നമ്മൾ കഴിക്കണം, അല്ലെ? വിശുദ്ധരായ ഭക്തന്മാരെ നാം സ്വന്തം ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി പ്രസാദം നൽകുകയും മറ്റെല്ലാ വിധത്തിലും പ്രീതിപ്പെടുത്തണം. ഭുങ്ക്തേ ഭോജേതേ ചെയ്വ എന്ന പദ്യപദത്തിന്റെ സാരാംശം ഇതാണ്. അപ്പൊ നമ്മള് ഇപ്പം പ്രസാദം കൊടുക്കുന്നു എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭക്തന്മാരെയൊക്കെ വിളിച്ച് നമ്മൾ പ്രസാദം കൊടുക്കുന്നു. കൂടാതെ നമ്മളെ വിളിക്കുന്ന ഭക്തന്മാരില് ഏറ്റവും പ്രമുഖം എങ്ങനെയായിരിക്കും? വിശുദ്ധ ഭക്തന്മാരെ, ഉയർന്ന ഭക്തന്മാരെ നമ്മൾ ഗൃഹത്തിലേക്ക് ക്ഷണിച്ച് അവർക്കും പ്രസാദം കൊടുക്കുക. അപ്പൊ അതൊരു പ്രീതി ലക്ഷണമാണ്, അല്ലെ? ഇതിപ്പം ഒരു ഭൗതിക തലത്തിൽ നോക്കിയാലും ഈ ഒരു വ്യവസ്ഥ കാണുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ അവിടെയും ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് എല്ലാവരുടെ ഹോട്ടലിൽ വിളിച്ച് ബുക്ക് ചെയ്ത് എല്ലാവരുടെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, അല്ലെ? അപ്പൊ അതൊരു ഭൗതിക തലത്തിലുള്ള വ്യക്തികളും ചെയ്യുന്ന കാര്യമാണിത്. അപ്പൊ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരിതോഷങ്ങൾ കൈമാറും. അപ്പൊ ഭക്തന്മാരുടെ ഇടയിലും ഇത് ഉണ്ടാവണമെന്ന് പറയും. അടുത്തൊന്ന് വായിക്കാമോ? അടുത്ത പാരഗ്രാഫ്. സാധാരണ സാമൂഹിക ജീവിതത്തിൽ പോലും സ്നേഹമുള്ള രണ്ട് സുഹൃത്തുക്കൾക്ക് തമ്മിൽ ഈ 6 തരം വ്യവഹാരങ്ങൾ ഒഴിച്ചുകൂടാത്തവയാണല്ലോ. ഒരു വ്യാപാരി മറ്റൊരു വ്യാപാരിയുമായി ബന്ധപ്പെടുവാൻ വിചാരിക്കുന്നു എന്നിരിക്കട്ടെ, ആദ്യമായി അയാൾ ഒരു ഹോട്ടലിൽ സദ്യക്ക് ഏർപ്പാടുകൾ ചെയ്യുന്നു. ഭക്ഷണത്തിന് ശേഷം തന്റെ ലക്ഷ്യങ്ങൾ വ്യാപാരി സുഹൃത്തിനോട് തുറന്നു സംസാരിക്കുന്നു. താൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയുവാൻ പിന്നീട് സുഹൃത്തിന്റെ ഉപദേശം തേടുന്നു. ചിലപ്പോൾ പരസ്പരം പാരിതോഷികങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. എവിടെ പ്രീതി പ്രവർത്തനങ്ങളുണ്ടോ, സ്നേഹപൂർവകങ്ങളായ വ്യവഹാരങ്ങൾ നടക്കുന്നുവോ, അവിടെ ഈ 6 സംഗതികൾ നിർവഹിക്കപ്പെടുന്നുണ്ടാവും. ഇതിന് മുമ്പത്തെ പദ്യത്തിൽ ശ്രീല രൂപഗോസ്വാമി ഉപദേശിച്ചിട്ടുണ്ട്. നാം ലൗകികരുമായിട്ടുള്ള സംസർഗം ഉപേക്ഷിക്കണമെന്നും ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം നിലനിർത്തണമെന്നും സംഗത്യാഗാ സദോ വൃത്ത. ഭക്തന്മാർ തമ്മിൽ പ്രീതിപൂർവകമായി ഈ 6 വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി സ്ഥാപിതമായിട്ടുള്ളത്. ഒരാൾ ആരംഭിച്ചതാണ് ഈ സംഘടന. ജനങ്ങൾ ധാരാളമായി വന്നു ചേരുന്നത് കൊണ്ടും ആദാന പ്രധാന വ്യവസ്ഥകൾ പരിപാലിക്കുന്നത് കൊണ്ടും ഇത് ആഗോള വ്യാപകമായി വളർന്നു വരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ ഈ പ്രീതി ലക്ഷണം, ഈ 6 കാര്യങ്ങൾ, അല്ലെ? അപ്പൊ നമ്മൾ ഒരു ഇസ്കോൺ, ശ്രീല പ്രഭുപാദർ ഇസ്കോൺ സ്ഥാപിച്ചത് കൊണ്ട് നമുക്ക് ഈ 6 കാര്യങ്ങൾ ഭക്തന്മാർക്കിടയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലായിടത്തും എല്ലാരെയും കൂടെ ഒന്നിച്ച് അങ്ങനെയല്ല, നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇതുപോലെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന, നമുക്ക് ഈ 6 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭക്തർ, കയ്യിലെണ്ണാവുന്ന ഭക്തർ, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നമ്മളുടെ ഭക്തി ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ചിലർക്ക് ജീവിതകാലം മൊത്തം അങ്ങനെ ഒരു വ്യക്തി ഉണ്ടാകണമെന്നില്ല. ഒഫീഷ്യലായിട്ട് ഇതുപോലെ എല്ലാരെയും കൂട്ടി പ്രസാദം കൊടുക്കുമായിരിക്കും. ആരെങ്കിലും വിളിക്കുമ്പോൾ പ്രസാദം കഴിക്കാൻ പോകും. അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ടൊരു ഡീലിങ്സ് കാണും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഭക്തിയിൽ വളരില്ല. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗുഹ്യമാക്കിയാതി, ദദാതി പ്രതിഗ്രഹണാതി, ഇത് ചെയ്യുന്നത് നമുക്ക് ഒരു ഇന്റിമേറ്റ് റിലേഷൻ ഉള്ള ഒരു ഭക്തരായിരിക്കണം.
അഭക്തരുമായിട്ട് അസത് സംഗത്യാകുക അല്ലെ, അസത് സംഘമായിരിക്കില്ല, ഒരു ഭക്തരല്ലാത്തവരുമായിട്ടല്ല, ഭക്ത ജനത്തിന്റെ ഇടയിൽ നമുക്ക് അത്രയും ഇന്റിമസി ഉള്ള ഒരു ഭക്തൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ ഭക്തിയിൽ നമുക്ക് ആ പുരോഗമനം, നമ്മൾ ഹെൽത്തി ആണ്, നമ്മൾ ഭക്തി ജീവിതത്തിൽ നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ്, നമ്മൾ ഹെൽത്തി ആയിട്ട് പോകുന്നു എന്നതിന് ഒരു സിംറ്റമാണ് നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയുണ്ട് ഈ 6 കാര്യങ്ങൾ ചെയ്യാനായി. ചിലപ്പോൾ ചില ഭക്തന്മാരെന്ന് പറഞ്ഞാൽ ഒരുപാട് മാനേജ്മെന്റ് കാര്യങ്ങളിൽ ഭയങ്കര ബിസി ആയിരിക്കും. അവരുടെ പൊസിഷൻ, അവരുടെ സർവീസ്, ഒരുപാട് കോണ്ടാക്ട്സ്, സർവീസ് അങ്ങനെ ഇങ്ങനെ പോകും. അപ്പൊ പുറമേ നമ്മൾ നോക്കുമ്പോൾ ആ ഭക്തനോ എത്ര സേവനമാണ് ആ ഭക്തൻ ചെയ്യുന്നത്, ആ ഭക്തൻ ഭയങ്കര ഉയർന്നതാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഈ 6 കാര്യങ്ങൾ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ, അത് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇന്റിമേറ്റ് ഭക്തൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവര് ഭക്തിയില് ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് അവര് പുരോഗമിക്കില്ല. നമുക്ക് പുറമേ പുരോഗമനം ഉണ്ടെന്ന് തോന്നുമെങ്കിലും ആ ഒരു പുരോഗമനം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് ഒരു ഉദാഹരണം പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നമുക്ക് 3 തലത്തിലായിരിക്കണം ഭക്തി ജീവിതത്തില് നമ്മൾ ഉയരേണ്ടത്. അതിനൊരു ഉദാഹരണം, ഇപ്പം വൃന്ദാവനത്തിലെ രാജാവ് ആരാണ്? വൃന്ദാവനത്തില് നന്ദഗോപർ. നന്ദഗോപരാണ് അവിടെ രാജാവായി നിൽക്കുന്നത്. പിന്നെ അവിടെ വൃന്ദാവനത്തിൽ താമസിക്കുന്ന ഗോപിമാരുണ്ട്. അപ്പൊ നന്ദഗോപര് വൃന്ദാവനത്തിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയും. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ടാക്സ് അടയ്ക്കണം, അവരവരുടെ കടമ ചെയ്യണം. അപ്പൊ വൃന്ദാവനത്തിൽ താമസിക്കുന്ന ജനങ്ങൾ എന്തായിരിക്കും, നന്ദ മഹാരാജാവ് എന്താണോ പറയുന്നത് അതനുസരിച്ച് അവർ ചെയ്യും അല്ലെ. അപ്പൊ അതൊരു തല. അപ്പൊ ഗോപിമാരും ഇതുപോലെ അവരുടെ കടമ ചെയ്യുന്നു, ഇപ്പൊ ടാക്സ് അടയ്ക്കാൻ പറയുന്നു, അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അതേപോലെയാണ് ഇപ്പം നന്ദമഹാരാജ് എന്ന് പറയുന്ന ആ വൃന്ദാവനത്തിലെ രാജാവെന്ന പോലെ നമ്മൾക്കിടയിൽ ഈ ഇസ്കോൺ എന്ന ആ സ്ഥാപനമാണ് നമ്മളുടെ രാജാവ്. ഇസ്കോൺ എന്ന സ്ഥാപനത്തിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ ഇസ്കോണിന്റെ കീഴിൽ ഉള്ള ഭക്തന്മാര് വൃന്ദാവനത്തിലുള്ള ജനങ്ങളെ പോലെ, ഗോപിമാരെ പോലെയുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോ ഭക്തന്മാർ. അപ്പൊ ഈ ഭക്തന്മാർ എന്ത് ചെയ്യണം? ഇസ്കോണിൽ പറഞ്ഞിട്ടുള്ള റൂൾസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പം റൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെമ്പിളിനെ സപ്പോർട്ട് ചെയ്യണം, ടെമ്പിൾസിന്റെ ചില ചിട്ടകൾ നമ്മൾ പാലിക്കണം, ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യണം, നമ്മളുടെ സമയം, നമ്മളുടെ എനർജി എല്ലാം ആ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഇസ്കോണിനെ സഹായിക്കാൻ വേണ്ടി, അത് കൂടുതൽ പുരോഗമിക്കാൻ വേണ്ടി, കൂടുതൽ ആൾക്കാരിൽ ഈ ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒഫീഷ്യലായിട്ട്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന ഒരു സ്നേഹബന്ധം കൊണ്ട് ചെയ്യുന്നതല്ല, നമ്മളുടെ ഡ്യൂട്ടി നമ്മുടെ കടമ എന്ന നിലയിലായിരിക്കും ആ തലത്തിൽ ചെയ്യുന്നത് അല്ലെ. അതില് എതിർപ്പുണ്ടോ? അത് നമ്മളെല്ലാരും ചെയ്യുന്ന ആ ഒരു ലെവലിൽ എല്ലാവരും, ഒട്ടുമിക്ക വ്യക്തികളും ചെയ്യുന്നതാണ് നമ്മുടെ കടമ എന്ന രീതിയിൽ. ആ ഒരു ഇന്റിമസി ഒന്നും ഉണ്ടാവില്ല. ആ സ്ഥാപനത്തിൽ നമുക്ക് ഭക്തി കിട്ടിയത് ഈ ഒരു സ്ഥാപനമായതുകൊണ്ട് ആ സ്ഥാപനത്തിനോട് എനിക്ക് കടപ്പാടുണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യും. ഇനി രണ്ടാമത്തെ തലം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മള് വൃന്ദാവനത്തിലെ ഗോപിമാരെ എടുക്കാം. അപ്പോ വൃന്ദാവനത്തിൽ താമസിക്കുന്ന ഗോപിമാർക്ക്, ആ ഗോപിമാർക്കിടയിൽ ക്ലോസ് ഫ്രണ്ട്സ് കാണും അല്ലെ. ഗോപിമാർക്കിടയിൽ എല്ലാവരും ഒഫീഷ്യൽ ഡ്യൂട്ടി മാത്രം ചെയ്തുകൊണ്ടിരിക്കുക, അവർക്കിടയിൽ സുഹൃത്തുക്കൾ കാണും. അപ്പോ അതുപോലെ നമ്മൾ ഇസ്കോണിലുള്ള ഓരോ സ്ഥാപനത്തിലുള്ള ഈ ഭക്തന്മാരുടെ ഇടയിലും നമുക്ക് ഒരേ മനസ്സുള്ള ഭക്തന്മാർ കാണും. ഭക്തന്മാർ പലരും പല മൂഡുള്ളതായിരിക്കും. ചിലർക്ക് പ്രീച്ചിങ് ആയിരിക്കും, ചിലർക്ക് ബുക്ക് ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും സേവനം, ചിലർക്ക് കീർത്തനം ചെയ്യാനായിരിക്കും, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും. അങ്ങനെ പല പല സേവകളുണ്ട്. ഓരോരുത്തരും ഓരോ മേഖലയിലായിരിക്കും താല്പര്യം. ചിലരൊക്കെ ഒരേ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. ചിലർക്ക് ഭാഗവതം വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, അപ്പൊ അവർ ഭാഗവത പാരായണം അതിനെ കുറിച്ചായിരിക്കും. അപ്പൊ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഭക്തന്മാർ കാണും. അങ്ങനെയുള്ള ഭക്തന്മാരുമായിട്ട് നമ്മൾ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. അത് നാച്ചുറൽ ആണ്. ഇപ്പൊ ഗോപിമാരുടെ ഇടയിൽ തന്നെ അങ്ങനെയുണ്ട്. ചില ഗോപിമാരുമായിട്ട് നീരസമൊക്കെ ഉണ്ടാകും. ഒരേ മനസ്ഥിതിയുള്ള ഗോപിമാരായിരിക്കും ഒന്നിച്ചിരിക്കുക. അതേപോലെ നമ്മൾ ഇസ്കോണിലെ കീഴിലുള്ള ഈ മെമ്പേഴ്സിനും ഒരേ മാനസികാവസ്ഥയുള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടും. എല്ലാവരും ഒരുപോലെ അല്ല അല്ലേ. അപ്പൊ ആ ഒരേ തലത്തിലുള്ളവരുമായിട്ട് കൂടുതൽ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ നമ്മൾ
അവഗണിക്കുകയോ അവരെ അടുത്ത് വെറുപ്പോ ഒന്നുമല്ല. എല്ലാവരുടെ അടുത്തും സ്നേഹമുണ്ട്. എന്നാലും ഒരു ആത്മബന്ധം കൂടുതൽ ഒരേ തലത്തിലുള്ള ഭക്തന്മാരുമായിട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്തൻ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം. നമുക്ക് മനസ്സ് തുറക്കാൻ സാധിക്കുന്ന, നമുക്ക് നമ്മുടെ സാധനാ ഭക്തിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റാനും ആ ഭക്തന്റെ സഹായം തീർച്ചയായിട്ടും നമുക്ക് വേണം. അപ്പൊ അത് ഉണ്ടാകണം. അല്ല, നമ്മൾ ആദ്യത്തെ ലെവൽ ഒരു ഒഫീഷ്യലായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തിയിൽ ഉയരില്ല. നമ്മൾ ആ തലത്തിൽ തന്നെ ഇങ്ങനെ ഈ ഒരു ജന്മം ഫുള്ള് ഇരിക്കും. പക്ഷെ ഭഗവാന്റെ അടുത്ത് പോകാൻ നമുക്ക് സാധിക്കില്ല. ഭഗവാന്റെ അടുത്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും, കാരണം നമ്മൾ അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ ഇതുപോലെ ഒരുപാട് ഭക്തരുണ്ടല്ലേ, ആ ഭക്തർക്കിടയിൽ നമ്മൾ ആത്മബന്ധം സ്ഥാപിക്കേണ്ടതാണ്. നമ്മളിങ്ങനെ ഒഫീഷ്യൽ ഡ്യൂട്ടി പോലെ ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ആത്മബന്ധത്തിൽ എത്താൻ സാധിക്കില്ല. അപ്പൊ അതാണ് രണ്ടാമത്തെ തലം. ഇനി മൂന്നാമത്തെ തലം, രണ്ടാമത്തെ തലത്തിൽ നിന്നാൽ പോരാ, നമ്മൾ മൂന്നാമത്തെ തലത്തിലേക്ക് ഉയരാം. മൂന്നാമത്തെ തലം എങ്ങനെയാന്ന് വെച്ചാൽ, വൃന്ദാവനത്തിലെ ഓരോ ഗോപിമാർക്കും ഭഗവാനുമായിട്ട് ഒരു ആത്മബന്ധമുണ്ട്, ഭഗവാനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ. ഭഗവാനുമായിട്ട് ഓരോരുത്തരും ഇപ്പൊ മാധുര്യരസം, മാധുര്യരസത്തിലെ ഗോപിമാർക്ക് റിലേഷനാണ്. അതുപോലെ നമ്മൾ ഈ ഇസ്കോൺ എന്ന സ്ഥാപനത്തില് കീഴിലുള്ള ഭക്തന്മാർക്കും ഭഗവാനുമായിട്ട് ആ ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം. ശ്രീല പ്രഭുപാദരുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം. നമ്മൾ ഗുരുമാരജുമായിട്ട് നമുക്ക് ആ ആത്മബന്ധം ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു റിലേഷനിലേക്ക് നമ്മൾ ഉയരണം. അല്ലെ, ചില ആൾക്കാർ പറയും ഞാൻ ഓൾറെഡി ലെവൽ 1 ഒഫീഷ്യലായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് ഭഗവാനുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭഗവാൻ അത് അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഭഗവാൻ വിചാരിക്കും ഈ ഒരു സ്ഥാപനത്തിൽ നിന്നിട്ട് ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്ത ഭക്തനോട് സ്നേഹമില്ലാതെ ഒഫീഷ്യലായിട്ട് മാത്രം നിന്ന് കഴിഞ്ഞാൽ ഭഗവാൻ വിചാരിക്കും അവന് നമുക്കൊരു നന്ദി എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതില്ലാതെ നിൽക്കുന്നതാണ് ലെവൽ 1 മാത്രം നിൽക്കുക എന്ന് പറഞ്ഞാൽ. ലെവൽ 1 എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യും, പക്ഷെ ആരുമായിട്ട് ആത്മബന്ധമില്ല, ആ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മൂന്നാമത്തെ ലെവലിലേക്കും ഉയരണം. ഈ 3 ലെവലും ഉള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ കൃഷ്ണാബോധത്തിൽ പൂർണ്ണനാണ് എന്നാണ് പറയുന്നത്. ഇപ്പോ പല ഭക്തന്മാരും ഉണ്ട്, ലെവൽ 1 മാത്രം നിൽക്കുന്ന ഭക്തരുണ്ട്. പക്ഷെ പുറമേ നോക്കുമ്പോൾ അവർ ഒരുപാട് സേവനങ്ങളിൽ മുഴുകി ബിസി ആയിട്ടിരിക്കും. പക്ഷെ ആ സേവനത്തിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമ്മൾ അതിൽ ചെയ്യാൻ പറ്റും. അതൊരു സ്കില്ല് മാത്രമാണ്. ഇവിടെ എന്താണ്? പ്രീതി ലക്ഷണം, സ്നേഹബന്ധമാണ് വേണ്ടത്. ആ സ്നേഹബന്ധത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. നമ്മൾ പുറമെ ഒരുപാട് സേവ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യണം. അപ്പൊ നമ്മള് പബ്ലിക്കായിട്ട് എല്ലാവർക്കും സ്പ്രെഡ് ആയി ഭക്തൻ ഒരുപാട് സേവ ചെയ്യുന്നു. അതല്ല, നമുക്ക് ഭക്തർക്കിടയിലുള്ള പ്രീതി ലക്ഷണം, ആ സ്നേഹം വേണം. ഈ കൊടുക്കുക, വാങ്ങിക്കുക. നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രശ്നമുണ്ട്. ദദാതി പ്രതിഗ്രഹണാതിൽ ചിലർ കൊടുത്തോണ്ടേയിരിക്കും, ചിലർ വാങ്ങിച്ചോണ്ടേയിരിക്കും, അങ്ങോട്ടൊന്നും കൊടുക്കില്ല. അവിടെയും പ്രശ്നമാണ്. അതൊരു ബാലൻസിൽ പോകണം. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയും വേണം, ഗിഫ്റ്റ് എന്താണ് സ്വീകരിക്കുകയും വേണം അല്ലെ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, ഞാൻ കൊടുക്കുക മാത്രം ചെയ്യണം. കൊടുത്തോണ്ടിരുന്നുള്ള പ്രശ്നം എന്താ? നമുക്ക് പിന്നെ അതൊരു അഹങ്കാരമായിട്ട് നമുക്ക് വളരും. ഇനി വാങ്ങിക്കുക മാത്രം ചെയ്യുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മളിങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു ബാലൻസിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം, ഭക്തന്മാർ തരുന്നത് നമ്മൾ സ്വീകരിക്കുകയും വേണം. അപ്പൊ ഇതാണ് പ്രാക്ടിക്കലായിട്ട് നമ്മളെ ഈ ഇതിനെ വിലയിരുത്തുന്നത്. ഒരു തലമുണ്ട്, ഭക്തി ജീവിതത്തിൽ നമ്മൾ സ്റ്റേബിൾ ആണോ അല്ലയോ. ഇങ്ങനെ ആണെങ്കിൽ മാത്രമേ ഭഗവാനും നമ്മളെ സ്വീകരിക്കുള്ളൂ. ഇപ്പൊ ഇവിടെ ദദാതി ദാനധർമ്മങ്ങൾ. ഇനി ഇവിടെ പറയുന്നുണ്ട്, ഞങ്ങൾ ചിലപ്പോൾ ഹരേ കൃഷ്ണ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുന്നതിന് ആജീവനാന്താംഗങ്ങളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചു വരുത്തുകയും ചെയ്യാറുണ്ട്. ഞങ്ങൾ നൽകുന്ന പ്രസാദ സദ്യയിൽ അവരെ പങ്കെടുപ്പിക്കാറുമുണ്ട്.
സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ടവരാണ് ഞങ്ങളുടെ മിക്ക അംഗങ്ങളും. എങ്കിലും ഞങ്ങൾ കഴിവ് അനുസരിച്ച് വിതരണം ചെയ്യുന്ന പ്രസാദം സ്വീകരിക്കുവാൻ അവർ വന്നു ചേരുന്നു. ചിലപ്പോൾ ഞങ്ങളുടെ അംഗങ്ങളും സഹായികളും ഭക്തിയുത സേവനത്തിന്റെ മാർഗങ്ങളെ പറ്റി രഹസ്യമായി ഞങ്ങളോട് ആരായാറുണ്ട്. ഞങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഈ വിധത്തിൽ ഞങ്ങളുടെ സമിതി ലോകം മുഴുവൻ വിജയകരമായി വ്യാപിച്ചു വരുന്നു. അടുത്ത സെന്റൻസ് ഒന്ന് വായിക്കാമോ? 46-ാമത്തെ പേജില്. എല്ലാ രാജ്യങ്ങളിലും. ഹരേ കൃഷ്ണ മാതാജി. എല്ലാ രാജ്യങ്ങളിലും ബുദ്ധിമാന്മാരുടെ സമൂഹം കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളെ ക്രമത്തിൽ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുന്നു. അംഗങ്ങൾ തമ്മിൽ മേൽപ്പറഞ്ഞ 6 വിധത്തിലുള്ള പ്രീതി വ്യവഹാരങ്ങൾ കൊണ്ട് കൃഷ്ണാവബോധ സമിതിയുടെ നിലനിൽപ്പിന് പോഷണം നൽകുന്നു. ആകയാൽ ഇസ്കോണുമായി ബന്ധപ്പെടുന്നതിന് ജനങ്ങൾക്കു അവസരം ലഭ്യമാക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അതുവഴി മുൻ പ്രസ്താവിച്ച ഷഡ്വിധ പ്രേമ വ്യവഹാരങ്ങൾ പരസ്പരം നടത്തി തന്റെ അന്തർലീന കൃഷ്ണാവബോധത്തെ പുനരുദ്ധിക്കുവാൻ ഓരോ മനുഷ്യനും സാധിക്കും. സംഘസഞ്ജായതേ കാമ എന്ന് ഭഗവത്ഗീതയിൽ 2:62 പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അയാളുടെ കൂട്ടുകെട്ടനുസരിച്ചാണ് രൂപപ്പെടുന്നതും വളരുന്നതും. കൂട്ടുകെട്ടിൽ നിന്ന് ഒരാളെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് പറയാറുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ ഭക്തന്മാരുമായി കഴിയുന്നതായാൽ അവയിൽ അന്തർലീനമായ കൃഷ്ണാവബോധം തീർച്ചയായും വികസിക്കുന്നതാണ്. കൃഷ്ണാവബോധജ്ഞാനം എല്ലാ ജീവികളിലും സഹജമായിട്ടുണ്ട്. ജീവൻ മനുഷ്യരൂപം സ്വീകരിക്കുമ്പോൾ അത് ഒരു പരിധിയോളം വളർന്നിട്ടുണ്ടാവും. ചൈതന്യ ചരിതാമൃതത്തിൽ മധ്യലീല 22:107 പറയുന്നത് ശ്രദ്ധിക്കുക. കൃഷ്ണ ബാക്കി വായിക്കണം. എന്നിട്ട് നിത്യസിദ്ധ്യ കൃഷ്ണ പ്രേമ സാധ്യ കബുനായ ശ്രവണാദി ശുദ്ധ ചിത്തേ കരയെ ഉദയ. എല്ലാ ജീവികളിലും കൃഷ്ണപ്രേമം പ്രതിഷ്ഠിതമാണ്. അത് മറ്റൊരിടത്തു നിന്നും സിദ്ധിക്കേണ്ട ഒന്നല്ല. ശ്രവണം, കീർത്തനം എന്നിവ കൊണ്ട് ഹൃദയം ശുദ്ധമാകിയാൽ കൃഷ്ണഭക്തി സ്വാഭാവികമായും ഉണരുന്നു. കൃഷ്ണാവബോധം എല്ലാ ജീവികളിലും സത്വസിദ്ധമായിട്ടുള്ളതാകയാൽ കൃഷ്ണനെ കുറിച്ച് കേൾക്കുവാനുള്ള അവസരം ഓരോരുത്തർക്കും ലഭിക്കേണ്ടതാണ്. ശ്രവണം കൊണ്ടും കീർത്തനം കൊണ്ടും തന്നെ ഒരാളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. അയാളിലുള്ള കൃഷ്ണാവബോധം സത്വരം ജാഗ്രതായി തീരുന്നു. കൃഷ്ണാവബോധം ഹൃദയത്തിലേക്ക് കൃത്രിമമായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നല്ല, അത് അവിടെ തന്നെ ഉള്ളതാണ്. പരമപുരുഷോത്തമന്റെ തിരുനാമങ്ങൾ ഒരാൾ ജപിക്കുമ്പോൾ അയാളുടെ മനസ്സ് സാധാരണ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായി തീരും. ശ്രീ ശിഷ്ടാഷ്ടകം എന്ന ഗ്രന്ഥത്തിൽ ഹരേ കൃഷ്ണ ശിഷ്ടാഷ്ടകത്തില് ചേതോദർപ്പണം അർജുന പറയുന്നുണ്ട് അല്ലെ. അപ്പം ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ നാമം ജപിച്ച് നമ്മളുടെ ആ ഉള്ളിലെ അഴുക്ക് മാറ്റിയിട്ട് നമുക്ക് ഭഗവാനുമായിട്ടുള്ള ആത്മബന്ധം എന്താണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ശാശ്വതമായിട്ടുള്ള ബന്ധം, അത് നമ്മൾക്ക് പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. നമ്മൾ മറന്നിരിക്കണം. എല്ലാവർക്കും ഉണ്ടല്ലേ, എല്ലാവരും ഭഗവാന്റെ അംശമാണ്. ഭഗവാനുമായിട്ട് ശാശ്വതമായിട്ട് ഒരു ബന്ധമുണ്ട്. പക്ഷെ ആ ബന്ധം എന്താണ്, നമ്മളിപ്പോ മറന്നിരിക്കുകയാണ്. ആ മറന്നതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ നാമം ജപിക്കുക. അപ്പൊ ഭഗവാന്റെ നാമം ജപിക്കുമ്പോ എങ്ങനെ നമുക്കത് ഉണർത്താൻ സാധിക്കും? കൃഷ്ണാബോധത്തിൽ അത്രയും നമ്മൾ ഒരുപാട് നാൾ നാമം ജപിക്കുന്നുണ്ട്, എത്രയോ വർഷമായിട്ട് നാമം ജപിക്കുന്നുണ്ട്, എന്നിട്ടും എനിക്കത് ഉണർത്താൻ സാധിക്കുന്നില്ല. കാരണം മഹാമന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ ഏത് മൂഡിലാണ് നമ്മളത് ജപിക്കുന്നത് അതിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ജപിക്കുമ്പോൾ ജസ്റ്റ് എങ്ങനെയും 16 തീർക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ജപിക്കുകയാണെങ്കിൽ ആ നാമം അതേപോലെ തിരിച്ച്, കാരണം നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസ വിഗ്രഹ അല്ലെ, ഭഗവാൻ തന്നെയാണ്. അഭിന്നത്വം നാമനാമിന. അപ്പൊ ഭഗവാനെ വിളിക്കുമ്പോൾ ഭൗതിക കാര്യങ്ങളൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ നമ്മൾ ബാക്കി മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നാമം ജപിച്ച് 16 എന്ന് പറഞ്ഞു വെച്ചാൽ ഭഗവാനും അതുപോലെ ആയിരിക്കും നമ്മളോട് പ്രതികരിക്കുക. അപ്പൊ നമുക്ക് ആ റിലേഷൻ ഉണർത്താൻ പറ്റില്ല. ഭഗവാനുമായിട്ടുള്ള ബന്ധം ഉണർത്താൻ നമ്മൾ എങ്ങനെ ജപിക്കണം? അത്രയും ഉള്ളില് എനിക്ക് അങ്ങേയായിട്ടുള്ള ആ സ്നേഹബന്ധത്തിലെത്താൻ അതിന് ഭഗവാൻ നമ്മളെ ടെസ്റ്റ് ചെയ്യും. നമ്മൾ എന്താ ഭഗവാനും ഈ 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ?
നമ്മൾ ഈ 6 കാര്യങ്ങൾ ഭക്തന്മാരുടെ ഇടയിൽ ചെയ്യുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും, നമ്മളുടെ കൃഷ്ണാബോധം ഉണരും. അപ്പൊ നമുക്കൊരു ശുദ്ധ ഭക്തൻ നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പൊ ആ ശുദ്ധ ഭക്തന് മാത്രമേ ഭഗവത് പ്രേമമുള്ളൂ. ആ പ്രേമമുള്ള ആ ശുദ്ധ ഭക്തനിലൂടെ നമുക്കും പ്രേമം കിട്ടുകയുള്ളൂ. അപ്പോ ഈ പ്രേമം എന്ന് പറയുന്നത് നമ്മൾ ബുക്ക് വായിക്കുന്നതിലൂടെ കിട്ടില്ല, അത് അനുഭവത്തിലൂടെയാണ് കിട്ടുന്നത്. ആ ശുദ്ധ ഭക്തനുമായിട്ട് ഉള്ള ആ അനുഭവത്തിലൂടെ നമുക്ക് ആ ബന്ധം കിട്ടും. അപ്പൊ ഉള്ളില് കൂടുതൽ കൃഷ്ണാബോധം നമുക്ക് ഉണർത്താൻ നമ്മൾ നാമം ജപിക്കുമ്പോൾ ഏത് തലത്തിലായിരിക്കണം? ഭഗവാനോടുള്ള സ്നേഹത്തിന് വേണ്ടി വെമ്പിക്കൊണ്ട്, ഭഗവാനെ ഞാൻ അങ്ങേയായിട്ടുള്ള ശാശ്വത ബന്ധം എനിക്ക് പുനരുദ്ധീകരിക്കണം എന്നുള്ള മാനസിക അവസ്ഥയിൽ വേണം ഭഗവാനെ നമ്മള് നാമം ജപിക്കാൻ. നമുക്ക് ഈ ഭൗതികമായിട്ടുള്ളത് ഒന്നും വേണ്ട, എനിക്ക് അങ്ങയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് എനിക്ക് അങ്ങയെ സേവിക്കണം അല്ലേ? ഓ രാധാറാണി, എനിക്ക് അങ്ങയുടെ എന്താണ് നമ്മൾ നാമത്തിന്റെ അർത്ഥം എന്താണ്? ആ ഇന്റേണൽ എനർജിയോട് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലേ? എനിക്ക് ആ സേവനം തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് ആ സേവനത്തിലേക്ക് നമ്മൾ എത്തണം. ആ മെന്റാലിറ്റിയിൽ നമ്മൾ നാമം ജപിക്കുമ്പോൾ നാമവും അതുപോലെ നമുക്ക് തിരിച്ചു തരും. എന്നാല് ആ സ്നേഹമാണ് നമ്മൾ ആ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. ഇത് മെക്കാനിക്കലി ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പൊ നമ്മൾ ചിലര് നാമം ജപിക്കുന്ന എന്തായിരിക്കും? എന്തെങ്കിലും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അപ്പൊ നാമം ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾ ഏത് മാനസികാവസ്ഥയിൽ നാമം ജപിക്കുന്നോ അതനുസരിച്ച് ശുദ്ധീകരിക്കും. ഇനി ഇവിടെ അടുത്ത ഇതില് പറയുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭു നാമം ജപിച്ചത് കാരണം ചാരിഖണ്ഡ് വനത്തില് എന്താ സംഭവിച്ചത്? ചാരിഖണ്ഡ് വനത്തില് മൃഗങ്ങളും ഒരുമിച്ച് അവിടെയുള്ള മൃഗങ്ങൾ വരെ നൃത്തം ചെയ്യാണ്. ശത്രുതയുള്ള മൃഗങ്ങൾ വരെ ആലിംഗനം ചെയ്ത് നൃത്തം വെക്കുകയാണ്. അപ്പൊ ആ നാമത്തിന് മൃഗങ്ങളെ പോലും മാറ്റാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് മനുഷ്യർക്കത് സാധിക്കുന്നില്ല? അപ്പൊ ഈ നാമം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും ഒരു ദദാതിയാണ് അല്ലെ? നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രവർത്തനങ്ങൾ അനുകരിക്കാൻ കഴിയില്ല, പക്ഷെ നാം അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടരണം. കടുവ, പാമ്പ്, പൂച്ച, നായ തുടങ്ങിയ താഴ്ന്ന മൃഗങ്ങളെ വശീകരിക്കാനോ നൃത്തം ചെയ്യാൻ വശീകരിക്കാനോ നമ്മൾ ശക്തരല്ല. എന്നാൽ ഭഗവാന്റെ വിശുദ്ധ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള നിരവധി ആളുകളെ യഥാർത്ഥത്തിൽ കൃഷ്ണാബോധത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയും. ഭഗവാന്റെ വിശുദ്ധ നാമം സംഭാവന ചെയ്യുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്നത് ദാനധർമ്മം, ദദാതി, സംഭാവന ചെയ്യുന്നതിനോ നൽകുന്നതിനോ ഉള്ള ഉദാത്തമായ ഉദാഹരണമാണ്. അപ്പൊ ദദാതിക്കുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ നാമം പ്രചരിപ്പിക്കുക അല്ലെ? ഭഗവാന്റെ നാമം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ദദാതിയാണ്. അടുത്തത് കൃഷ്ണാബോധ പ്രസ്ഥാനത്തെ പറ്റി ഓരോരുത്തരും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ഈ ഭൗതിക ലോകത്തിന്റെ സ്ഥിതിയെ പറ്റി മനസ്സിലാക്കുന്നതിന് തന്റെ മനസ്സിനെ രൂപപ്പെടുത്തുകയും വേണം. അങ്ങനെ ഗുഹ്യമാക്കാതി പൃച്ഛതി എന്ന തത്വം പ്രാവർത്തികമാക്കാം. ദദാതി തത്വം എന്ന് പറഞ്ഞാൽ ദാനകർമ്മം. ഇതേ രീതി അനുസരിച്ച് പ്രതിഗ്രഹണാദി തത്വത്തിന് യോജിച്ച രീതിയിൽ ദിവ്യമായ ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നതിനും നമ്മൾ തയ്യാറാകണം. അപ്പം നമ്മൾ സ്വീകരിക്കുകയും വേണം. നമുക്കൊരു ഭക്തൻ എന്തെങ്കിലും ഗിഫ്റ്റ് തന്നാലോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് നമ്മളത് മാറ്റുകയല്ല, നമ്മളത് സ്വീകരിക്കുകയും വേണം. നമ്മൾ കൊടുക്കുകയും വേണം, സ്വീകരിക്കുകയും വേണം. ഇനി അടുത്ത പാരഗ്രാഫ് വായിക്കാമോ? 49-ാമത്തെ പേജിൽ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി? വായിച്ചോളൂ മാതാജി. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ അംഗങ്ങൾ അവരുടെ എല്ലാ ശാഖകളിലും ഞായറാഴ്ച തോറും സ്നേഹവിരുന്നുകൾ സംഘടിപ്പിക്കുമ്പോൾ തങ്ങളോട് കൂടിയിരുന്ന് ഭക്ഷിക്കുവാൻ എല്ലാ അംഗങ്ങളെയും അനുഭാവികളെയും ക്ഷണിക്കാറുണ്ട്. തത്പരന്മാരായ അനേകം ജനങ്ങൾ പ്രസാദത്തെ മാനിക്കുന്നതിനായി വരാറുണ്ട്. മാത്രമല്ല സാധിക്കുമ്പോഴെല്ലാം അവർ സമിതിയിലെ അംഗങ്ങളെ സ്വന്തം വസതികളിലേക്ക് ക്ഷണിച്ചാനയിക്കുകയും വിഭവസമൃദ്ധമായ പ്രസാദ സദ്യ നൽകി അവരെ ഊട്ടുകയും ചെയ്യാറുണ്ട്. ഇപ്രകാരം സമിതിയിലെ അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും പരസ്പരം ഗുണലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യോഗികളെന്നും ജ്ഞാനികളെന്നും കർമ്മികളെന്നും ദാനശീലരെന്നും മറ്റും പറഞ്ഞു നടക്കുന്നവരുമായി ജനങ്ങൾ കൂട്ടുകൂടരുത്. അവരുടെ സംസർഗം നിമിത്തം ആർക്കും ഒന്നും നേടുവാനില്ല. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പ്രാപിക്കുവാൻ ഒരാൾ ശരിക്കും ആശിക്കുന്നുവെങ്കിൽ അയാൾ യഥാർത്ഥ കൃഷ്ണ പ്രസ്ഥാനക്കാരുമായി ഇടപഴകണം.
എന്തുകൊണ്ടെന്നാൽ പ്രസ്തുത സംഘടന മാത്രമേ ഈശ്വരപ്രേമം എങ്ങനെ വളർത്താം എന്ന കാര്യത്തെക്കുറിച്ച് വേണ്ട വിധം പഠിപ്പിക്കുന്നുള്ളൂ. മനുഷ്യ സമൂഹത്തിന്റെ ഒരു വിശിഷ്ട പ്രവർത്തനമാണ് മതം. അത് മനുഷ്യന്റെയും മൃഗത്തിന്റെയും സമൂഹങ്ങൾ തമ്മിലുള്ള അന്തരം സൂചിപ്പിക്കുന്നു. മൃഗസമുദായത്തിന് ഒരു പള്ളിയോ ക്ഷേത്രമോ മതധർമ്മ പദ്ധതിയോ ഇല്ല. എന്നാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്ര അധപ്പതിത മനുഷ്യ സമൂഹമായാലും അവർക്കിടയിൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള മതം നിലവിലുണ്ടായിരിക്കും. കാട്ടിൽ കഴിയുന്ന ആദിവാസി വർഗക്കാർക്കിടയിൽ പോലും ഒരു തരം മതവ്യവസ്ഥയുണ്ട്. ഒരു മതവ്യവസ്ഥ വളർന്ന് വികസിച്ച് ഈശ്വരപ്രേമത്തിന്റെ ദിശയിലേക്ക് തിരിഞ്ഞാൽ അത് ജയിച്ചു. ശ്രീമദ് ഭാഗവതത്തിൽ 1-ാം സ്കന്ധത്തിൽ പറഞ്ഞിട്ടുള്ളത് നോക്കുക. ഇനി വായിക്കണോ മാതാജി? വായിച്ചോ മാതാജി. തവൈ പുംസാം പരോ ധർമ്മോ യദോ ഭക്തിരഥോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. പരമപുരുഷോത്തമനിൽ പരമമായ ഭക്തി ഉണ്ടാകുന്നതിന് കാരണഭൂതമായ വ്യാപാരമേതോ അതാണ് മനുഷ്യരുടെ ഏറ്റവും മികച്ച ധർമ്മം. ആ ഭക്തിയാകട്ടെ ലാഭേച്ഛയില്ലാത്തതും തടസ്സമില്ലാത്തതുമായിരിക്കണം. എന്നാലേ ആത്മാവിന് പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പോ ഇത്രയും സൗകര്യങ്ങൾ നമ്മൾ ഇസ്കോണില് വെച്ചിട്ട് പോലും അത് മനുഷ്യരത് ഉപയോഗിക്കുന്നില്ല അല്ലെ. ഈവൻ മൃഗസമുദായത്തിന് പോലും, മൃഗങ്ങൾക്ക് തന്നെ അവര് ഒരു പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഇനി താഴ്ന്ന തലത്തിലുള്ളവരാണെങ്കിൽ പോലും അവർക്കും ചില ചിട്ടകൾ കാണും, ചില മതം അവര് സ്വീകരിക്കും. ഈ മതം എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യനാക്കുന്നത് ആ മതം സ്വീകരിക്കുമ്പോഴാണ്. മനുഷ്യന്റെയും മൃഗത്തിന്റെയും സമൂഹം തമ്മിലുള്ള അന്തരമാണ്. മൃഗത്തിന് ഒരു പള്ളിയോ ക്ഷേത്രമോ ഇല്ല. എന്നാൽ എല്ലാ ഭാഗത്തും എത്ര അധപ്പതിച്ച മനുഷ്യ സമൂഹത്തിനായാലും അവർക്കിടയിൽ ഒരു മതം നിലനിൽക്കുന്നുണ്ട്. ആദിവാസികൾക്ക് പോലും അവർ ഒരു തരം മതവ്യവസ്ഥ, ഒരു വിശ്വാസം അവർക്കുണ്ട്, അവരത് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതാണ്, ആ മതമില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യനാകുന്നില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തേലും ഒരു മതം സ്വീകരിച്ചാലേ അവൻ മനുഷ്യനാവും, അല്ലെങ്കിൽ അവൻ മൃഗതുല്യമാണ്. മാനവ സമുദായാംഗങ്ങൾ മനഃശാന്തി ഇച്ഛിക്കുന്നുവെങ്കിൽ മനുഷ്യർ തങ്ങളിൽ രാഷ്ട്രങ്ങൾ തങ്ങളിലും സമാധാനവും മൈത്രിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനോടുള്ള അന്തർലീനമായ ഭക്തിയെ വളർത്തുന്നതിന് സഹായകമായ കൃഷ്ണാവബോധത്തിൽ അധിഷ്ഠിതമായ ധർമ്മവ്യവസ്ഥയെ അനുസരിക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ജനങ്ങൾ അത് ചെയ്യുന്നുവോ അത്രയും എളുപ്പത്തിൽ അവരുടെ ഹൃദയം ശാന്തിയും സമാധാനവും പരിപൂർണമായി തീരും. ഇപ്പൊ ശാന്തിയും സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഒരു കൃഷ്ണാവബോധം സ്വീകരിക്കുക. ഈ ഇത്രയും ക്ഷേത്രങ്ങൾ ഉണ്ട്, എന്നിട്ടും ജനങ്ങൾ അത് സ്വീകരിക്കുന്നില്ല, അതിന്റെ പ്രയോജനം അവര് ചെയ്യുന്നില്ല. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മള് ദദാതി പറഞ്ഞു. അപ്പൊ ഏറ്റവും നല്ല ദദാതി ഏതാണ്? എന്താണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ടത്? ഭഗവാന്റെ നാമം അല്ലെ. അതാണ് ഏറ്റവും വലിയ ദാനം. ഭഗവാന്റെ നാമത്തിന്റെ അത്രയും ശക്തി ഉള്ളത് കൊണ്ട് ഒരു വ്യക്തിയെ പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്ന, അവന്റെ കൃഷ്ണാബോധത്തില് ഭഗവാന്റെ ആയിട്ടുള്ള ആ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്ന, അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഭഗവത് അംശത്തെ ഉണർത്തി ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നതാണ് ഭാഗവത് നാമം. അപ്പൊ അത് നമ്മൾ ദാനം ചെയ്യാം. പിന്നെ നമുക്ക് പ്രസാദം ദാനം ചെയ്യാം. സൺഡേ ഫീസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രഭുപാദരുടെ പുസ്തക വിതരണം അല്ലെ, നമ്മള് ഭഗവത്ഗീത, ഭാഗവതം, ബാക്ക് ടു ഗോഡ് ഹെഡ് മാഗസിൻസ്, അങ്ങനെ മാഗസിൻസ്, ഇതെല്ലാം നമ്മൾ ദാനം ചെയ്യാം. പിന്നെ പ്രതിഗ്രഹണാദി എന്ന് പറഞ്ഞാല് നമ്മൾ സ്വീകരിക്കുന്നു. ഇപ്പൊ ടെമ്പിൾ ആണെങ്കിൽ ഡൊണേഷൻ സ്വീകരിക്കുന്നു. പിന്നെ നമ്മളെ ആരെങ്കിലും പ്രീച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു. പിന്നെ നമുക്ക് പ്രസാദം തരുമ്പോൾ പ്രസാദം സ്വീകരിക്കുന്നു. ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യരുടെ വീട്ടിൽ പോയിട്ട് അവിടെ എന്താണ്, അദ്വൈതാചാര്യരിൽ നിന്നും പ്രസാദം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ സീനിയർ ആയിട്ടുള്ള ഭക്തന്മാര് നമുക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മളത് തീർച്ചയായിട്ടും അവരുടെ പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കണം. ഇനി അടുത്തത് ഗുഹ്യമാഖ്യാതി പ്രച്ഛതി. ആരടുത്താണ് നമ്മൾ മനസ്സ് തുറക്കേണ്ടത്? ആരടുത്താണ് മനസ്സ് തുറക്കേണ്ടത്? രഹസ്യം പറയേണ്ട ഉയർന്ന ഭക്തരുമായിട്ടല്ലേ. അനുഭവസ്ഥനായ ഭക്തനിലാണ് നമ്മള്
മനസ്സ് തുറക്കേണ്ടത് ആ ഭക്തൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ആ കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു ഭക്തൻ, നമ്മൾ ആ ഭക്തനുമായിട്ടൊരു ആത്മബന്ധം കൂടി ഉണ്ടാകണം. ചൈതന്യ മഹാപ്രഭു രാമാനന്ദ റായുമായിട്ട് സംഭാഷണമുണ്ട് അല്ലെ. അപ്പൊ അത് പ്രൈവറ്റ് ആയിട്ടാണ് രാമാനന്ദ റായും ചൈതന്യ മഹാപ്രഭു തമ്മിൽ സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ ആരുമായിട്ടാണോ സംഘം ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഉത്സാഹമൊക്കെ വളരുന്നത്. അപ്പൊ എപ്പോഴും നമുക്കൊരു ഇന്റിമേറ്റ് ആയിട്ട് ലൈക്ക് മൈൻഡഡ് ഒരേ മാനസികാവസ്ഥയിലുള്ള ഭക്തരുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഇനി ഇവിടെ നമുക്ക് ഗുഹ്യമാഖ്യാതി പ്രച്ഛതിക്ക് മറ്റൊരു ഉദാഹരണം നമുക്ക് ഭഗവത്ഗീത. അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു അല്ലെ. അപ്പൊ കൃഷ്ണൻ പറയുന്നു, അർജുനൻ ചോദിക്കുന്നു. അർജുനൻ പ്രച്ഛതി ചെയ്യുന്നു, കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ആഖ്യാതി പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അതാണ് മറ്റൊരു ഉദാഹരണം നമുക്ക് ഗുഹ്യമാഖ്യാതി പ്രച്ഛതി പറയുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത മായാവാദികളുടെ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ സ്വയം പരിരക്ഷിക്കുക. അതാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഈ പറയുന്ന 6 കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ഒരു മായാവാദിയായിട്ടോ അഭക്തരോ ആയിട്ടോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? നമ്മളുടെ അവബോധം തന്നെ മലിനപ്പെടും. ഒരു മായാവാദിയോ മറ്റ് അഭക്തരുമായിട്ടോ നമ്മൾ ഈ 6 കാര്യങ്ങൾ ചെയ്താൽ, അപ്പൊ ഒരിക്കലും യോഗി, ജ്ഞാനി, കർമ്മി എന്നിവരുമായിട്ട് നമ്മൾ സംഘം ചേരാൻ പാടില്ല. മായാവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഒന്നും നൽകുന്നതിൽ നിന്നും സ്വീകരിക്കുന്നതിൽ നിന്നും നാം വിട്ടു നിൽക്കണം എന്നതാണ് ഈ വാക്യത്തിന്റെ നിഷേധാത്മകമായ നിർദ്ദേശം. ശ്രീ ചൈതന്യ മഹാപ്രഭു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിഷയീര അന്നഖയിലെ ദുഷ്ടഹയ മന. ലൗകികരായ ആളുകൾ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒരുവന്റെ മനസ്സ് ദുഷ്ടമായി തീരുന്നു. ഒരാൾ വളരെ പുരോഗമിച്ചിട്ടില്ലെങ്കിൽ കൃഷ്ണാബോധ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവരുടെയും സംഭാവനകൾ പ്രയോജനപ്പെടുത്താൻ അയാൾക്ക് കഴിയില്ല. അതിനാൽ തത്വങ്ങൾ മായാവാദികളിൽ നിന്നോ നിരീശ്വരവാദികളിൽ നിന്നോ ദാനം സ്വീകരിക്കരുത്. തീർച്ചയായും ഭൗതിക ഇന്ദ്രിയ തൃപ്തിക്ക് അമിതമായി ആസക്തരായ സാധാരണ മനുഷ്യരുമായി പോലും സഹവസിക്കുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു ഭക്തരെ വിലക്കിയിരിക്കുകയാണ്. ഇതിനൊരു ഉദാഹരണം പറയാമോ? ചൈതന്യ ചരിതാമൃതത്തില് ഒരു വ്യക്തി വേറെ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ പോയ വ്യക്തിയാണ്, പക്ഷെ അത് കേരളത്തിലായിരുന്നു വന്നത്. അവിടെ വന്ന് ചില ആൾക്കാരുമായിട്ട് സംഘത്തിൽ പോയി. ചൈതന്യ ചരിതാമൃതത്തില് ഈ ഉദാഹരണം അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ അല്ലേ? കാലകൃഷ്ണദാസ്. കാലകൃഷ്ണദാസ് എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പം ചൈതന്യ മഹാപ്രഭു സൗത്ത് ഇന്ത്യയിൽ യാത്രയ്ക്ക് പോയപ്പം ഇദ്ദേഹത്തിനെ കൂട്ടി പോയതാണ്. അവിടെ ചെന്നപ്പോ അവിടെയുള്ള ഭട്ടാധരിയോ അങ്ങനെ ഉള്ള വ്യക്തികള് ഇദ്ദേഹത്തെ അവരെ കമ്മ്യൂണിറ്റിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. സ്ത്രീകളുമായിട്ട് ഉള്ള സംഘവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഭോഗിയായി അവരുടെ കൂടെ ആയിപ്പോയി. പിന്നെ ചൈതന്യ മഹാപ്രഭു പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്. പിന്നെ അദ്ദേഹം ഈ കാലകൃഷ്ണദാസുമായിട്ട് സംസാരിക്കാതെ ഇരുന്നു. കാരണം ഭഗവാന്റെ കൂടെ ആയിട്ട് പോലും വീണു പോകുന്നു. അതാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എത്ര പ്രൊട്ടക്റ്റഡ് ആണ് അല്ലെ? ഭഗവാൻ കൂടെ ഉണ്ടായിട്ട് പോലും കാലകൃഷ്ണദാസ് ആ വഴിയിലേക്ക് പോകേണ്ടി വന്നു. അപ്പോ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് അഭക്തർ, മായാവാദികൾ ഇങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ ഒരിക്കലും മനസ്സ് തുറക്കാൻ പാടില്ല. കൂടാതെ ദാനം ഇതൊക്കെ നമ്മൾ എന്റർടൈൻ ചെയ്യരുത്. ദാനം കൊടുക്കുക, സ്വീകരിക്കുക എന്നൊക്കെ. ഇപ്പൊ നമ്മൾ കർമ്മികളുമായിട്ടാണ് കൂടുതൽ നമ്മൾ സംഘം ചേരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പാദിക്കുക, ഐശ്വര്യം കിട്ടുക അല്ലെ, കാറ്, പ്രൊമോഷൻ, ബംഗ്ലാവ്, സാലറി ഹൈക്ക്, ഇതൊക്കെ ആയിരിക്കും അവരുടെ ഉദ്ദേശം. അപ്പൊ നമ്മൾ അത് കാണുമ്പോൾ നമുക്കും അതിൽ ആകർഷണം വരും. ഭക്തിയില് അത് എന്താണ്, നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഭക്തിക്ക് അത് തടസ്സമാണ്.
ഒരിക്കലും ജ്ഞാനി കർമ്മി ഭോഗികളടുത്ത് പോകരുത്. അവരുടെ തരുന്ന ഭക്ഷണവും കഴിക്കാൻ പാടില്ല. അവര് പറയുന്ന നിർദ്ദേശങ്ങളും കേൾക്കാൻ പാടില്ല. അവരെ നിർദ്ദേശിക്കാനും പാടില്ല. കൂടാതെ നമ്മൾ ഭക്തിയെക്കുറിച്ച് നമുക്ക് ഉപദേശിക്കാനൊക്കെ പോകുമ്പോൾ ഒരിക്കലും രാധാറാണി അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവരുടെ അടുത്ത് പറയരുത്. അവർക്കൊന്നും അത് കേൾക്കാനുള്ള യോഗ്യത വന്നിട്ടില്ല. അത് നമ്മളുടെ അവബോധത്തെ തന്നെ നശിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള കൂട്ടുകെട്ടില്. കാരണം അവർക്ക് ആസ്വദിക്കുക എന്നുള്ള മാനസികാവസ്ഥയാണ്. അവരുമായിട്ട് സംഘം ചേർന്നാൽ നമ്മൾ ഭഗവാനെ മറക്കും, അല്ലെ? നമ്മളുടെ ഉദ്ദേശം എന്താണ്? സ്മർത്തവ്യ സതതം വിഷ്ണു വിസ്മർത്തവ്യന ജാതുകൃത്. ഒരിക്കലും ഭഗവാനെ മറക്കരുത് എന്നുള്ളതാണ്. അവരുമായിട്ടുള്ള അസോസിയേഷൻ കാരണം നമ്മൾ ഭഗവാനെ മറക്കാൻ ഇടയാകുന്നു. അത് നമ്മളുടെ അവബോധത്തെ ബാധിക്കും. അവരുമായിട്ട് കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യരുത്. കാരണം നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ അവർ തിരിച്ച് നമുക്ക് എന്തെങ്കിലും തരാനായിട്ട് വില്ലിങ് ആവും. അപ്പൊ ആ ഒരു ബന്ധത്തിലെ ഒരു കെട്ട് വീഴുകയാണ്. അതുകൊണ്ട് അതും നമ്മൾ ഒഴിവാക്കുക. കാരണം അങ്ങനെയുള്ള ആ വ്യക്തികൾ എന്ന് പറഞ്ഞാല് അവരൊക്കെ എന്താണ്, സ്വന്തം ഇന്ദ്രിയ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. മായാവാദികൾ പോലും. എന്തുകൊണ്ടാണ് മായാവാദികൾ സ്വന്തം ഇന്ദ്രിയ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത്? മായാവാദികൾക്ക് ഭൗതികമായിട്ടുള്ളതിലൊന്നും താല്പര്യമില്ല. പക്ഷെ അവർക്ക് ഒരു കാര്യത്തിൽ താല്പര്യമുണ്ട്. എന്താണ്? ലയിക്കുവാൻ വേണ്ടി. ഈശ്വരന്റെ സ്ഥാനം ലഭിക്കാൻ, അല്ലേ? എനിക്കും ഈശ്വരനാകണം എന്നുള്ള ചിന്തയാണ് മായാവാദികൾക്കുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ സംഘം ചേരാൻ ഭുങ്ക്തേ ഭോജേതയും ചെയ്യാൻ പാടില്ല. ദാനം ദദാതി പ്രതിഗ്രഹണാദിയും ചെയ്യാൻ പാടില്ല. ഭുങ്ക്തേ ഭോജേതി. അതുപോലെ നമ്മുടെ ഗുഹ്യമാക്കിയാതി രഹസ്യങ്ങൾ പറയാനും പാടില്ല. അവരെ അടുത്ത് നമ്മൾ എനിക്ക് നാമം ജപിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? ഞാനേ നാമം ജപിക്കുന്നില്ല, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാൻ നല്ല സൂപ്പറായിട്ടിരിക്കുകയല്ലേ, പിന്നെന്തിനാ ഈ നാമമൊക്കെ ജപിക്കുന്നത് എന്ന് അവരിങ്ങോട്ട് പറയും. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ ഭക്തി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കരുത്. പിന്നെ ഇതിനകത്ത് ശ്രീല പ്രഭുപാദർ എന്താണ് പറയുന്നത്? കൃഷ്ണാബോധമുള്ള സമൂഹത്തിന്റെ ജീവിതം അംഗങ്ങൾക്കിടയിലുള്ള ഈ 6 തരം സ്നേഹാദരങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്നു. അതിനാൽ ഇസ്കോൺ ഭക്തരുമായി സഹവസിക്കാൻ ആളുകൾക്ക് അവസരം നൽകണം. കാരണം മുകളിൽ സൂചിപ്പിച്ച 6 വഴികളിലൂടെ ഒരു സാധാരണ മനുഷ്യന് തന്റെ നിഷ്ക്രിയ കൃഷ്ണാബോധം പൂർണ്ണമായി പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. ഈ ലാസ്റ്റ് 52ാമത്തെ പേജിലെ ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ചുരുക്കത്തിൽ നാം എപ്പോഴും, ഇതുവരെ വായിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു വായിച്ചോളൂ. വിനോദ് പ്രഭു വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ചുരുക്കത്തിൽ നാം എപ്പോഴും ഭക്തന്മാരുമായി കൂടിക്കഴിയണം. ഭക്തിസാധനങ്ങളായ യമനിയമങ്ങൾ പാലിക്കണം. ആചാര്യന്മാരുടെ പദവിന്യാസങ്ങളെ അനുസരിക്കണം. ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ പരിപൂർണമായ അനുസരണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുകയും വേണം. അങ്ങനെ നമുക്ക് ഭക്തിയുത സേവനത്തെയും അന്തർലീനമായ കൃഷ്ണാബോധത്തെയും പരിപുഷ്ടമാക്കാം. പുതുതായി കൃഷ്ണാബോധത്തിലേക്ക് പ്രവേശിച്ചവനോ അതിൽ അങ്ങേയറ്റം മുന്നേറിയ മഹാഭാഗവതനോ അല്ലാത്ത മധ്യസ്ഥരായ ഭക്തന്മാർ പരമ പുരുഷോത്തമനെ പ്രേമപൂർവ്വം ഭജിക്കുകയും മറ്റ് ഭഗവത് ഭക്തന്മാരുമായി സമ്മേളിക്കുകയും അജ്ഞാനികളിൽ അനുകമ്പ തൂവുകയും അസൂയാലുക്കളും രാക്ഷസ പ്രകൃതികളുമായ ജനങ്ങളെ പരിഹസിക്കുകയും ചെയ്യേണ്ടതാണ്. പരമപുരുഷോത്തമനുമായി പ്രേമ വ്യവഹാരം എങ്ങനെ വേണമെന്നും ഭക്തന്മാരുമായി എങ്ങനെ മൈത്രിയിൽ ഏർപ്പെടണമെന്നും പ്രസ്തുത പദ്യത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദദാതി തത്വമനുസരിച്ച് ഒരു മുതിർന്ന ഭക്തൻ തന്റെ സമ്പാദ്യത്തിൽ 50% ഈശ്വരനെയും ഈശ്വരഭക്തന്മാരെയും സേവിക്കുന്നതിനായി ചെലവ് ചെയ്യേണ്ടതാണ്. ശ്രീല രൂപഗോസ്വാമി സ്വന്തം ജീവിതത്തിൽ ഇതിലൊരു നല്ല ദൃഷ്ടാന്തമത്രേ. അദ്ദേഹം ഉദ്യോഗത്തിൽ നിന്നും വിരമിക്കുമ്പോൾ നിശ്ചയിച്ചപ്പോൾ തന്റെ ജീവിത സമ്പാദ്യത്തിന്റെ 50% കൃഷ്ണസേവനത്തിനും 25% ബന്ധുക്കൾക്കും ബാക്കി 25% സ്വന്തം അത്യാവശ്യങ്ങൾക്കുമായും ഭാഗിക്കുകയുണ്ടായി. എല്ലാ ഭക്തന്മാരും ഈ ദൃഷ്ടാന്തം പിന്തുടരണം. ഒരാളുടെ സമ്പത്ത് എത്രയായാലും വേണ്ടില്ല, കൃഷ്ണനും കൃഷ്ണഭക്തന്മാർക്കുമായി പകുതി ഭാഗം ചെലവഴിക്കുക തന്നെ വേണം. അങ്ങനെയാകിൽ ദദാതി സത്വം പൂർണ്ണമായി നിർവഹിക്കപ്പെടും. ഹരേ കൃഷ്ണ. അപ്പൊ ഇതെങ്ങനെയാണ് 50-25-25 പറയുന്നുണ്ടല്ലേ? 25-25-50 അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പ്രഭുപാദർ ഇവിടെ പറയുന്നു. അപ്പൊ അതെങ്ങനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യും?
നമ്മൾ ദാനം ചെയ്യുന്നതിൽ നമ്മളുടെ സമ്പാദ്യത്തിന്റെ 50% ഭഗവാന് വേണ്ടി കൊടുക്കുക, 25% ഭക്തന്മാർക്കും, പിന്നെ 25 നമ്മളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, എമർജൻസിക്ക് വേണ്ടിയും വെക്കാൻ പറയും. 50% ഭഗവാനും ഭക്തന്മാർക്ക്, 25 ബന്ധുക്കൾക്ക്, ബാക്കി 25 നമ്മുടെ സ്വന്തം അത്യാവശ്യങ്ങൾക്ക്. അതെങ്ങനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യും? പറഞ്ഞോളൂ. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഞാനൊന്നും ചെയ്യാറില്ല മാതാജി. കുഴപ്പമില്ല മാതാജി. ഇപ്പൊ പ്രഭുപാദർ ഇങ്ങനെ പറഞ്ഞത് ഇത് ഹൈ സ്റ്റാൻഡേർഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹൈയസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ശ്രീല പ്രഭുപാദർ 50, 25, 25 എന്ന് പറഞ്ഞത്. അപ്പോ നമുക്ക് നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് കൊടുക്കാം. അതാണ് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഹൈ ലെവൽ ഭക്തരാണ്. അവരുടെ ജീവിതം മൊത്തവും ഒഴിഞ്ഞു വെച്ച് നമ്മളിപ്പോ ഗൃഹസ്ഥാശ്രമികളാകുമ്പോൾ ഇത് പ്രാക്ടിക്കൽ അല്ല, അല്ലെ? അപ്പൊ 50, 50, 25 പ്രഭുപാദർ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ഭഗവാന്റെ സ്നേഹം കിട്ടില്ല, അങ്ങനെയല്ല. പ്രഭുപാദർ ഹൈ സ്റ്റാൻഡേർഡ് വെച്ചത് അപ്പം നാളെ പ്രഭുപാദർ ഇങ്ങനെ ചെയ്താലും മതി എന്ന് പറഞ്ഞാൽ ഇതിലും കൂടുതൽ ചെയ്യാൻ ഇപ്പൊ പ്രഭുപാദർ പറയാണ് നിങ്ങൾക്ക് ഉള്ളതിന്റെ 25 ഇങ്ങനെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതിലും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഭക്തർ എന്ത് പറയാം, പ്രഭുപാദർ ഇത്രയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഇത്രേ കൊടുക്കണുള്ളൂ എന്ന് പറഞ്ഞു പോകും. അതുകൊണ്ടാണ് പ്രഭുപാദർ ഹൈ സ്റ്റാൻഡേർഡ് വെച്ചു 50, 25, 25. അത് നമുക്ക് പ്രാക്ടിക്കൽ ആവില്ല. നമ്മള് എന്താണോ പറ്റുന്നത്, നമുക്ക് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി ജോലിക്ക് പോകും. അപ്പൊ ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന ജോലി ചെയ്ത് കിട്ടുന്നത് ഒരു 25 രൂപയാണെന്ന് വെച്ചോ. ആ 25 രൂപ എന്ന് പറയുമ്പോൾ ജോലിക്ക് പോകാനായിട്ട് ചിലപ്പോൾ യൂണിഫോം ഉണ്ടായിരിക്കും, അവർക്ക് ഡ്രസ്സ് കാണും, ആ ഡ്രസ്സിൽ ആ പൈസ വരും. പിന്നെ യാത്ര ചെയ്യാനായിട്ടുള്ള വണ്ടിക്കൂലി, പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഉള്ള ഇത്. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ വെച്ച് അതെല്ലാം എന്താണ് ആ ജോലി ചെയ്യുന്ന പൈസയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതൊന്നും നമ്മളുടെ ഇൻകം ആയിട്ട് കൂട്ടരുത്. നമുക്ക് എല്ലാ ചെലവും കഴിഞ്ഞ് ബാക്കി എത്ര വരുന്നു, ബാക്കി നമുക്ക് സേവ് ചെയ്യാനായിട്ട് അല്ലെ എത്ര വരുന്നു, അതിനെ 50, 25, 25 ആക്കുക. അല്ലാതെ നമുക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ കറക്റ്റ് 50 പോയിട്ട് 25, 25 എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല. ഒരു ഗൃഹസ്ഥ ജീവിതത്തില് നമ്മളുടെ ചെലവെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചെങ്കിലും അത് സേവിങ്സ് ഉണ്ടെങ്കിൽ അതിനെ 50, 20, 20 ആക്കി മാറ്റി കൊടുക്കുക. ഇതാണ് നമ്മളുടെ സീനിയേഴ്സ് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറഞ്ഞത്. അതല്ലാതെ നമുക്ക് 2%, 5%, 10% നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇപ്പം ക്ഷേത്രത്തിലെ സേവനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ, അത് പ്രാക്ടിക്കലായിട്ട് പറ്റുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അത് അങ്ങനെ കൊടുത്ത് ഞാൻ കൊടുത്തത് കുറഞ്ഞു പോയി അതുകൊണ്ട് ഭഗവാനെ സ്വീകരിക്കുന്ന അങ്ങനെ ഇല്ല. തീർച്ചയായിട്ടും നമ്മളുടെ അവസ്ഥ ഭഗവാൻ അറിയാം, അതനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇത് ഹൈ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഒരു വൈഷ്ണവ സിദ്ധാന്തം അനുസരിച്ച് എന്താണ്, ഒന്നും നമ്മുടെ അല്ലല്ലേ എന്ന് പറയും. നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കുന്നു, നമ്മളെ കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ എന്താണ് നമുക്കുള്ളത്? എല്ലാം ഭഗവാന്റേതാണ്, എല്ലാം ഭഗവാന് ഉള്ളതാണ്. ഭഗവാൻ തന്നത് നമ്മൾ ഭഗവാന് തിരിച്ചു കൊടുക്കുന്നു, അങ്ങനെയുള്ളൂ. ഞാൻ കൊടുക്കുന്നു എന്നൊരു സിദ്ധാന്തം വൈഷ്ണവ സിദ്ധാന്തത്തിലില്ല. നമ്മള് ഭഗവാൻ ഉപയോഗിച്ചതിന്റെ ബാക്കിയാണ് ഉപയോഗിക്കുന്നത്. ഇതല്ലേ നമ്മൾ പ്രസാദം കഴിക്കുന്നത്. കൂടാതെ നമ്മൾ നാമം ജപിക്കുന്നത്, ദീക്ഷ എടുക്കുമ്പോൾ നമുക്ക് ഗുരുവാണ് നമുക്ക് മാല തരുന്നത്. അപ്പൊ ഗുരു ജപിച്ച മാലയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പൊ ഭഗവാനോ ഭഗവാന്റെ ഭക്തന്മാരോ ഉപയോഗിച്ചതിന്റെ ബാക്കി സ്വീകരിക്കുക. ആ ലെവൽ അവബോധമാണ് വൈഷ്ണവ സിദ്ധാന്തത്തില് ആ തലത്തില് നമ്മൾ ഉയരേണ്ടത്. അപ്പം കൃഷ്ണനോട് ഇപ്പൊ വീട് വെക്കുമ്പോൾ തന്നെ നമ്മൾ പുതിയ ഗൃഹപ്രവേശം വരുമ്പോൾ അവിടെ ആദ്യം ഭഗവാനെ ഭഗവാനെ കൊടുത്തിട്ട്, ഭഗവാനെ അങ്ങയുടെ വീടാണ്, അങ്ങയുടെ വീട്ടില് ഞാനൊരു ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്നു, അത് അങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ കഴിയുന്നു. അപ്പൊ അതെല്ലാം ബാക്കിയാണ്, നമ്മൾ പ്രസാദമായിട്ടാണ്. ഒരു ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ ആരെങ്കിലും ഉപയോഗിച്ചതിന്റെ ബാക്കി ആർക്കും ഇഷ്ടമല്ലല്ലേ, എല്ലാവർക്കും പുതിയത് വേണം. പക്ഷെ ഒരു വൈഷ്ണവൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ, ഗുരു, ഉയർന്ന ഭക്തർ അവര് ഉപയോഗിച്ചതിന്റെ ബാക്കി സ്വീകരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതെപ്പോഴും നമ്മൾ ഓർക്കണം.
ഞാൻ എൻ്റെതിൽ നിന്ന് കൊടുക്കുന്നു എന്നുള്ള ആ, കാരണം നമ്മൾ അത്രയും കണ്ടീഷൻഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കും. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം, ഇതൊന്നും എൻ്റേതല്ല. ഈ ശരീരം പോലും നമ്മളിപ്പോ ഈ ആത്മാവ് ഇരിക്കുന്ന ശരീരം പോലും നമ്മൾ ഉണ്ടാക്കിയ ശരീരമല്ല. എല്ലാം ഭഗവാന്റെ ആ പഞ്ചഭൂതങ്ങൾ ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാനിൽ നിന്നുണ്ടായതാണ്. നമുക്ക് കിട്ടിയ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, ഇതെല്ലാം ഭഗവാൻ നമുക്ക് തന്നതാണ്. അപ്പൊ അതനുസരിച്ച് ഭഗവാന് വേണ്ടി സേവ ചെയ്യുന്ന അവബോധത്തിലേക്ക് ഉയരുക. ഇനി ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നു, ഇനി അടുത്ത പദ്യത്തിൽ ശ്രീല രൂപ ഗോസ്വാമി നമ്മോട് പറയുന്നത് ഏത് വിധത്തിലുള്ള വൈഷ്ണവനെയാണ് നാം മിത്രമായി കൈക്കൊള്ളേണ്ടത്, വൈഷ്ണവരെ എങ്ങനെയാണ് സേവിക്കേണ്ടത് എന്നീ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് അടുത്തതില് നമ്മള് പല തലത്തിലുള്ള ഭക്തന്മാർ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ 6 തരത്തിലുള്ള എന്താണ് പ്രീതി ലക്ഷണങ്ങൾ, ഭക്തരുടെ ഇടയിലെ പ്രീതി ലക്ഷണം. അപ്പൊ ഈ 6 തരത്തിലുള്ള പ്രീതി ലക്ഷണം എല്ലാ ഭക്തരെ കാണുന്ന എല്ലാ ഭക്തരോടും ചെയ്യണോ, അതോ നമ്മൾ ഏത് ഭക്തരെയാണ്? അപ്പൊ ഭക്തന്മാര് തന്നെ പല തലത്തിലുണ്ട്. അപ്പൊ ആ ഓരോ ഭക്തരെയും നമ്മൾ മനസ്സിലാക്കി അവരോട് ഇടപെടേണ്ടത് എങ്ങനെ എന്നുള്ളതാണ് അടുത്തത്. അതായത് നമ്മള് കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി, അതേക്കുറിച്ചാണ് 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ നാളെ നമുക്ക് 5ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ജി. ഹരേ കൃഷ്ണ പ്രഭു. മതജി, ഇതിലിപ്പോ നമ്മള് ദാനം സ്വീകരിക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞത്, അതായത് നമ്മളെ വ്യക്തിപരമായിട്ട് ആവശ്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഈ അവ്യക്തവാദികളെ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളിപ്പോ അമ്പലത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്ക് പല വ്യക്തികളിൽ നിന്നും സ്വീകരിക്കുന്ന ഘട്ടം വരാവുന്നല്ലേ? അപ്പൊ അത് ബാധകമായിരിക്കില്ല? ഈ ഒരു സംശയം എന്റെ ക്ലാസ്സിലും ചോദിച്ചിരുന്നു. അപ്പൊ പറഞ്ഞു, അത് നമ്മളെ ടെമ്പിളിന് പോകുമ്പോ അത് ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവരെ ശുദ്ധീകരിക്കാൻ, അവര് ഏൺ ചെയ്ത മണി അവരുടെ അവബോധത്തെ ശുദ്ധീകരിക്കാൻ. പക്ഷെ പ്രഭു പറഞ്ഞ പോലെ ഇതുപോലെ പേഴ്സണലി നമ്മളുമായിട്ട് ഇടപെടുമ്പോ അത് പ്രശ്നമാണ്. നമുക്ക് എന്തെങ്കിലും തന്നാൽ നമ്മൾ സ്വീകരിക്കരുത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് ഞാനിപ്പോ പറഞ്ഞത് ഒന്നും എന്റെ റിയലൈസേഷൻ അല്ല, ഞാൻ എല്ലാം കേട്ടത് പറഞ്ഞതാണ്. ഞാൻ അറ്റൻഡ് ചെയ്ത ക്ലാസ്സില് ശിക്ഷാഗുരു പറഞ്ഞു തന്ന കാര്യങ്ങൾ പറയാണ്. അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈലി റിയലൈസ്ഡ്, ഇത്രയോ വർഷം ഇതിലിരുന്ന് ഇതിന്റെ അകത്ത് നടക്കുന്നതെല്ലാം അറിഞ്ഞ് അതായത് കൊണ്ട് അവരുടെ എക്സ്പീരിയൻസും ഇങ്ങനെയാണ്, അങ്ങനെ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. എന്റെ തലത്തിൽ പറഞ്ഞതല്ല, അതുകൂടെ ഞാൻ പറയണമല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പറഞ്ഞോളൂ മാതാജി. സുഭാഷിണി മാതാജി. മാതാജി പറഞ്ഞത് മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടോ? ഇനിയിപ്പോ ഈ ശനിയാഴ്ച എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാലോ ക്വസ്റ്റ്യൻസ്. ആകെ 19 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എല്ലാത്തിന്റെയും ബ്രാക്കറ്റിൽ ശ്ലോകം ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഈ ആഴ്ച പഠിക്കുന്നത് നോക്കിയിട്ട് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ സംശയമൊന്നും ഇല്ല? സംശയം കാണുന്നില്ല. ഗോപിഭാവ പ്രഭു ഒന്നും പറയണില്ലല്ലോ, കുറച്ച് ക്ലാസ് ആയിട്ട് പ്രഭു മിണ്ടാതിരിക്കണം. അല്ല, ഇങ്ങോട്ട് പറഞ്ഞ നമുക്ക് ബാക്കി എല്ലാവർക്കും ഒരു കുറച്ചുകൂടെ